ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് വീണ്ടും നിങ്ങളുടെ കൂടെ ദൈവത്തിന്റെ വചനവുമായിട്ട്, മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനവുമായിട്ടായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കിയതിനായി ഞാൻ കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു. നമ്മൾ ഈ ഒരു പ്രോഗ്രാമിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം തന്നെ വചനത്തിലേക്ക് മടങ്ങി വരിക എന്നുള്ളത്. ഇന്ന് പലപ്പോഴും നമ്മുടെ ജനം, വിശ്വാസ സമൂഹം മറ്റു പല കാര്യങ്ങളിലേക്ക് തിരിഞ്ഞിരിക്കുക. വചനം കേൾക്കുവാനായിട്ട് താല്പര്യം അല്പം കുറവാണ്. ഞാൻ എല്ലാവരെയും പറയല്ല കേട്ടോ, പൊതുവെ. കാരണം മനുഷ്യന്റെ ജീവിതത്തിനകത്ത് അതുപോലെ ആവശ്യങ്ങളും വെല്ലുവിളികളും ഒക്കെ വന്നപ്പോൾ, കുടുംബജീവിതത്തില്, കുഞ്ഞുങ്ങളുടെ വിഷയത്തില്, ജോലിയില്, പ്രത്യേകിച്ച് ഇന്ന് മനുഷ്യന്റെ ആവശ്യങ്ങൾ വളരെ അധികം വർദ്ധിച്ചിരിക്കും. പല മേഖലകളിലും സാമ്പത്തികമായുള്ള അരക്ഷിതാവസ്ഥ കുടുംബങ്ങളെ വാഴുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ജനം എങ്ങനെ ആ വിഷയങ്ങളിൽ നിന്ന് പുറത്തു വരാം. ഒരുപക്ഷെ ചിലരെ വിമർശിച്ച് പറയാറുണ്ട്, കാശുണ്ടാക്കാനായിട്ട് ഓടി നടക്കുക. ചിലപ്പോൾ പറയാം, പക്ഷേ ഭൂരിഭാഗം ആളുകളെ നോക്കി കാശുണ്ടാക്കാൻ വേണ്ടി ഓടി നടക്കല്ല, അവരുടെ അനുദിന ജീവിത കാര്യങ്ങളെ നടത്തിക്കൊണ്ടു പോകാനായിട്ട്, കുഞ്ഞുങ്ങളൊന്ന് പഠിപ്പിക്കാനായിട്ട്, ഒരു വീട് പണിയാനായിട്ട്, ജീവിത കാര്യങ്ങൾ, ഒരു ആവശ്യമില്ലാത്ത പ്രയാസങ്ങളോ കലഹമോ ഒന്നും ഉണ്ടാകാത്ത വിധം ആ കുടുംബവും കാര്യങ്ങളും എല്ലാം ഒന്ന് നിലനിർത്തിക്കൊണ്ടു പോകാനായിട്ട് പ്രയാസപ്പെടും. അപ്പൊ ആ ഒരു പ്രയാസം നിറഞ്ഞ സാഹചര്യത്തിൽ നമ്മളറിയാതെ മറ്റു പലതിലേക്ക് നമ്മൾ തിരിഞ്ഞു. ഒരു ആശ്വാസത്തിന് എവിടെ ഒരു സ്ഥലം കിട്ടും, ഒരു ആശ്വാസത്തിനായിട്ടുള്ള കാര്യങ്ങൾ ഇല്ലെങ്കിൽ എവിടെ ഒരു അത്ഭുതം നടക്കും. അത് അത്ഭുതങ്ങളുടെ പുറകെ നമ്മൾ പോവുക. നമ്മുടെ വിഷയങ്ങൾക്കൊരു വിടുതൽ എങ്ങനെ കിട്ടും, ഇതെങ്ങനെ പരിഹരിക്കപ്പെടും, അപ്പൊ എത്ര ദിവസം ഇത് സഹിക്കണം, അപ്പൊ ഒരു അത്ഭുതം കാണുക, ഒരു അത്ഭുത പ്രവൃത്തി നടക്കുന്ന സ്ഥലത്ത് പോകുക, അല്ലെങ്കിൽ തങ്ങളുടെ ജീവിതത്തിന് ആക്യുറേറ്റ് ആയൊരു പ്രോഫസി കേൾക്കുക. അതൊക്കെ ഇന്ന് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വിമർശിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ചില ആളുകൾ പറയാറുണ്ട്, അവര് പണം ഉണ്ടാക്കാൻ വേണ്ടി നടക്കുക, അല്ലെങ്കിൽ അവർക്ക് താൽക്കാലിക വിടുതൽ മതി, ഇന്ന് ദൈവവചനം വേണ്ട, ആർക്കും വിശുദ്ധി വേണ്ട, വേർപാട് വേണ്ട, പണം മതി എന്നൊക്കെ പറഞ്ഞ ആളുകൾ വിമർശിക്കുന്നത് കേൾക്കാറുണ്ട്. പക്ഷെ ഞാൻ പറയുന്ന പ്രിയപ്പെട്ടവർ, അത് നമ്മൾ ഒരു വശം മാത്രം കാണുമ്പോഴത് മനസ്സിലാക്കും. എന്നാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അവന്റെ ദൈനംദിനമുള്ള ആവശ്യങ്ങൾ വർദ്ധിക്കുക. എങ്ങനെയാണ് ഒരു ദിവസം തീർക്കുക എന്നുള്ള നിലയിൽ തത്രപ്പാട് പെട്ട് ഓടുന്നവരുണ്ട്. അതുപോലെ പ്രയാസത്തിൽ, പ്രഷറിൽ കൂടെ, ജീവിതത്തിൽ സമ്മർദ്ദങ്ങളിൽ കൂടെ പോകുന്നവരുണ്ട്. അപ്പൊ നമുക്ക് ഒരു പരിധി വരെ ആരെയും വിമർശിക്കാനുള്ള അവകാശം നമുക്കില്ല. അത്ഭുതങ്ങള് അല്ലെങ്കിൽ ജീവിതത്തിൽ പെട്ടെന്നുണ്ടാകുന്ന ചില ദൈവപ്രവർത്തിക്കായിട്ട് ആളുകൾ ഓടി നടക്കുന്ന നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല. പക്ഷേ അതിനെല്ലാം അപ്പുറമായ ഒരു വാസ്തവമുണ്ട്. അത് പറയുക എന്നതാണ്, അതിലേക്ക് നമ്മൾ ഒന്നിച്ച് മടങ്ങി വരിക എന്നുള്ളതാണ് ഈ പ്രോഗ്രാമിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. അതുകൊണ്ട് തന്നെ ഈ പ്രോഗ്രാമിൽ നമ്മൾ സാക്ഷ്യങ്ങളോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നുമല്ല ഏറ്റവും പ്രാധാന്യം കൊടുത്തതിൽ പറയുന്നത്. ഏറ്റവും അധികം ഇതിൽ പ്രാധാന്യം കൊടുക്കുന്ന ദൈവവചനത്തിന്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഒക്കെ ഈ പ്രോഗ്രാം നിങ്ങൾ പരിചയപ്പെടുത്തുക. നിശ്ചയമായിട്ടും അവർക്കും അത് അനുഗ്രഹമായിരിക്കും. നിങ്ങളും മുടങ്ങാതെ കാണുക, നിങ്ങൾക്കും ഇത് നിശ്ചയമായും അനുഗ്രഹമായിരിക്കും, ഒരു സംശയമില്ല. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമുക്കിന്ന് ദൈവവചനത്തിൽ നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് ദൈവവചനത്തിന്റെ പ്രസക്തിയെക്കുറിച്ച്. അത് തന്നെയാണ് നമ്മൾ തുടർച്ചയായിട്ട് ചിന്തിക്കുന്നത്, ആ ഒരു വിഷയത്തിൽ നിന്ന് തന്നെയാണ്. എന്നാൽ വചനത്തെ നേരിട്ട്, വചനം നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചു, ദൈവം
ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അത് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചു. ഈ വചനമാകുന്ന ദൈവം, വചനമാകുന്നവൻ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന പ്രവർത്തികൾ ചെറുതല്ല. നമ്മുടെ ജീവിതത്തിൽ ആ വചനമാകുന്ന ദൈവത്തിൽ നമ്മൾ പ്രാപിച്ചിട്ടുള്ള അത്ഭുതങ്ങളും ചെറുതല്ല. വചനം എന്ന് പറയുമ്പോൾ നമ്മളെ ശബ്ദത്തെയും, അല്ലെങ്കിൽ അർത്ഥമുളവാക്കുന്ന ശബ്ദം, അല്ലെ, കയറ്റിറക്കമുള്ള ശബ്ദങ്ങൾക്ക് പറയുന്ന ഒരു പേരാണ് വചനം എന്നൊക്കെ നമ്മൾ പറയുന്നത്, അല്ലേ? പക്ഷേ ബൈബിളിൽ വചനത്തെ കുറിച്ച് പറയുന്ന അവൻ എന്നാ പറയുന്നത്. ഒരു പേഴ്സണാലിറ്റി ആയിട്ടാണ് വചനത്തെ പറയുന്നത്. അപ്പൊ വചനം കേൾക്കുക എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ വചനത്തെ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ, ഒരു വ്യക്തിയെ ശ്രദ്ധിക്കുന്നതിന് ഈക്വൽ ആണ്. ദാറ്റ് ഈസ് ജീസസ് ക്രൈസ്റ്റ്. അത് യേശുക്രിസ്തുവാണ്. അതുകൊണ്ടാണ് നമ്മൾ വചനത്തിൽ കാണുന്നത് വചനം ജഡമായി തീർന്നു നമ്മുടെ ഇടയിൽ പാർത്തു. അപ്പൊ ഈ കാലഘട്ടത്തിൽ നമുക്ക് ചുറ്റുപാടുകൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വളരെയേറെ കാണാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇന്ന് ഒരു ശുശ്രൂഷയിലാവുക എന്ന് പറയുമ്പോൾ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. കൃപാവരങ്ങൾ അവരിലൂടെ വെളിപ്പെടുക എന്ന് പറയുന്നത് ഏതൊരു ശുശ്രൂഷകനെന്നല്ല, സാധാരണ വിശ്വാസത്തിലൊക്കെ നിൽക്കുകയും കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണമെന്നൊക്കെ അല്പം ആഗ്രഹമുള്ളവരെല്ലാം ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. എന്താ, എനിക്ക് കൃപാവരങ്ങൾ വേണം, കൃപാവരങ്ങളോടെ ശുശ്രൂഷിക്കണം, അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കണം, വീര്യപ്രവൃത്തികൾ നടക്കണം, പ്രവചിക്കണം, അല്ലെങ്കിൽ ഭാഷ വ്യാഖ്യാനിക്കണം, വിശ്വാസത്തിന്റെ വരം. അതുപോലെ ബൈബിളിലെ ദൈവവചനത്തിൽ എന്തൊക്കെ കൃപാവരങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതെല്ലാം എനിക്ക് ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് തെറ്റു പറയാൻ പറ്റും. കാരണം ഇന്നത്തെ കാലത്ത് കർത്താവിന്റെ ശുശ്രൂഷയിൽ പ്രയോജനപ്പെടണമെങ്കിൽ കൃപാവരങ്ങൾ നമുക്കുള്ളത് നിശ്ചയമായിട്ടും ആവശ്യമാണ്. അത് ജനത്തിന്റെ വിടുതലിനും വളർച്ചയ്ക്കുമൊക്കെ അത് ആവശ്യമാണ്. അതിനുവേണ്ടിയാണല്ലോ കർത്താവ് പറഞ്ഞത് പൊതുപ്രയോജനത്തിനായിട്ട് കർത്താവ് തന്നിരിക്കുന്ന കൃപാവരങ്ങൾ. പ്രവചിക്കുന്നതിനെ കുറിച്ച് വചനത്തിൽ നമ്മൾ വായിക്കുമ്പം 1 കൊരിന്ത്യർ ലേഖനം 14 നമ്മൾ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞൊരു കാര്യം ഇതാണ്: പ്രവചിക്കുന്നവൻ സഭയ്ക്ക് ആത്മീയ വർധന വരുത്തും, അന്യഭാഷ സംസാരിക്കുന്നവൻ തനിക്ക് തന്നെ ആത്മീയ വർധന വരുന്നു. അപ്പോൾ ഈ കൃപാവരങ്ങൾ സഭയുടെ വളർച്ചയ്ക്കും വിശ്വാസ സമൂഹത്തിന്റെ ആത്മീയ വളർച്ചയ്ക്കൊക്കെ തീർച്ചയായിട്ടും നല്ലതാണ്, ആവശ്യമാണ്. പക്ഷേ അതിനപ്പുറമായി ഒരു രഹസ്യം, അതിനപ്പുറമായൊരു പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമുണ്ട്: ദൈവവചനം. നമുക്ക് ഈ യോഹന്നാൻ തന്റെ ലേഖനം എഴുതുമ്പോൾ യോഹന്നാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. യോഹന്നാന്റെ ജീവിത അനുഭവത്തിൽ നിന്ന് യോഹന്നാൻ പറഞ്ഞൊരു കാര്യമുണ്ട് വചനത്തെക്കുറിച്ച്. 1 യോഹന്നാന്റെ ലേഖനം അതിന്റെ 1-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ യോഹന്നാൻ ഇങ്ങനെയാണ് പറഞ്ഞു തുടങ്ങുന്നത്. 1-ാമത്തെ ലേഖനം, യോഹന്നാന്റെ 1-ാം ലേഖനം 1-ാം അധ്യായം 1-ാം വാക്യം: ആദ്യം മുതലുള്ളതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈ തൊട്ടതുമായ ജീവന്റെ വചനം സംബന്ധിച്ച് ജീവൻ പ്രത്യക്ഷമായും ഞങ്ങൾ കണ്ട് സാക്ഷീകരിക്കുകയും പിതാവിനോടുകൂടെ ഇരുന്ന് ഞങ്ങൾക്ക് പ്രത്യക്ഷമായ നിത്യജീവനെ ഞങ്ങളോട് അറിയിക്കുകയും ചെയ്യും. അപ്പൊ ഇവിടെ ഈ വചനത്തിൽ പറയുന്നത് ഞങ്ങൾ കേട്ട വചനമെന്ന് പറഞ്ഞു നിർത്തുകയല്ല യോഹന്നാൻ. യോഹന്നാൻ ഇവിടെ പറയുന്നത് ഈ വചനം ഞങ്ങളെ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടു, വചനത്തെ കണ്ടു. അതെ, വചനത്തെ ഞങ്ങൾ കണ്ടു, സ്വന്തം കണ്ണുകൊണ്ട് കണ്ടു. എന്തൊരു അനുഭവമാണ് യോഹന്നാൻ പറയുന്നത്, അല്ലേ? പിന്നെ യോഹന്നാൻ പറയുന്ന ഒരു കാര്യമാണ് ഞങ്ങൾ നോക്കിയതും. ഞങ്ങൾ നോക്കി, കണ്ടു, നോക്കി എന്ന് പറഞ്ഞാൽ കണ്ടതും നോക്കുന്ന ഒന്നല്ലേ? കണ്ടു എന്ന് പറയുന്നത് നോക്കുക എന്ന് പറയുന്നത് സെയിം അല്ലേ? എന്നാൽ നമ്മൾ അങ്ങനെ ആയിരിക്കും ചിന്തിക്കുന്നത്. പക്ഷെ കാണുക എന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് കണ്ടുപോയി. പക്ഷെ നോക്കി എന്ന് പറയുമ്പോൾ അതിനകത്ത് ശ്രദ്ധയോടുകൂടുള്ള നോട്ടത്തെയാണ് ഇവിടെ നോട്ടം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുക. ശ്രദ്ധയോടുകൂടി കണ്ടെന്ന് പറയത്തില്ല. ഞാൻ നോക്കി എന്ന് പറയുമ്പം നമ്മൾ ബോധപൂർവമായിട്ട് ഞാൻ നോക്കി, ഒരു സ്ഥലത്തേക്ക് നോക്കി. അത് നോക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ നോക്കണമെന്ന് ചിന്തിച്ചിട്ട് ഞാൻ നോക്കുന്ന. കണ്ടു എന്ന് പറഞ്ഞാൽ ഞാൻ വഴി യാത്രയിൽ പല കാര്യങ്ങളും കാണാറുണ്ട്. അപ്പൊ ഇവിടെ യോഹന്നാൻ പറഞ്ഞ ഞാൻ വചനത്തെ കണ്ടു, യാദൃശ്ചിക കണ്ടതാ, പക്ഷെ പിന്നത്തതിൽ എന്നെ നോക്കുമാറാക്കി, കാരണം എന്നെ ആകർഷിച്ചു. അതാണ് വചനത്തിന്റെ പ്രത്യേകത.
വചനത്തെ ഒരാൾ കണ്ടതാണെങ്കിൽ ആ വചനം അവനെ നോക്കത്തക്കണം, അവന് തിരിക്കും. അതാ വചനം. പ്രൈസ് ഗാഡ്, ഹല്ലേലൂയ. നിങ്ങൾ വചനത്തെ കണ്ടതാണ്, എവിടെയെങ്കിലും വെച്ചൊന്ന് കണ്ടതാണ്. അതായത് എവിടെയെങ്കിലും ഈ വചനത്തെ നിങ്ങളൊന്ന് കേട്ടതാണ്, ശരിക്കും ഒന്ന് ശ്രദ്ധിച്ചതാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആ വചനം ആമേൻ ആഴ്ന്നിറങ്ങും, നിങ്ങളുടെ ജീവിതത്തിന്റെ അവസ്ഥയെ മാറ്റും. ഇവിടെ യോഹന്നാനും അപ്പോസ്തലന്മാരും അവർ വചനം കണ്ടു, നോക്കി. അതിനുശേഷം പറയുന്നത് ഇങ്ങനെയാണ്, ഞങ്ങളുടെ കൈ തൊട്ടതുമായ ജീവന്റെ വചനം. തൊട്ടു എന്ന് പറഞ്ഞാൽ ഒന്ന് ചിന്തിച്ചു നോക്കുക. തൊടുക എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ പലതരത്തിൽ അതിനെ മനസ്സിലാക്കാൻ കഴിയും. ഞങ്ങൾ വചനത്തെ കണ്ടു, പിന്നത്തതിൽ നോക്കി, പിന്നത്തതിൽ തൊട്ടു എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ജീവിതവുമായിട്ട് വചനത്തിനൊരു ബന്ധം ഉണ്ടായി. ഞങ്ങളുടെ ജീവിതത്തിനകത്ത് വചനം അസാധാരണമായ പരിവർത്തനത്തെ കൊണ്ടുവരും. ഞങ്ങളുടെ ജീവിതത്തിനകത്ത് ചില മാറ്റങ്ങളെ വചനം കൊണ്ടുവരും. ആ വചനത്തെക്കുറിച്ച് യോഹന്നാൻ പറയുമ്പോൾ ഇങ്ങനെയാ പറയുന്നത്, ആമേൻ, ആയ ജീവന്റെ വചനം. അപ്പൊ അവിടെ ഒന്ന് ചിന്തിച്ചു നോക്കുക, ജീവന്റെ വചനം എന്നൊക്കെ പറയുമ്പോഴേ ഇതുവരെയും കേട്ട വചനമൊക്കെ വചനം, അത് കേട്ടു, അത് കൽപ്പനകൾ കൊടുത്തു, നിബന്ധനകൾ കൊടുത്തു, ചെയ്യണമെന്ന നിർദ്ദേശങ്ങൾ കൊടുത്തു, അതേ ഉള്ളൂ. പക്ഷേ ജീവിപ്പിക്കാനായിട്ട് ഒന്നിനും പറ്റി. പക്ഷെ ഇവിടെ പറയുന്നത്, യോഹന്നാൻ പറയുന്നത് ജീവന്റെ വചനം. ജീവന്റെ വചനം. നമുക്കറിയാം, യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തില് യേശു പറഞ്ഞു, ഞാൻ എൻ്റെ ശരീരം നിങ്ങൾക്ക് ഭക്ഷിക്കാൻ തരും, രക്തം കുടിക്കാൻ തരും എന്നൊക്കെ ആ ഒരു ഉപദേശം, അത് വചനത്തെക്കുറിച്ചാണ് പറയുന്നത്. പക്ഷെ കേട്ടവർക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയാതെ എല്ലാവരും കർത്താവിനെ ഇട്ട് പോയി. എന്നാൽ ഈ 12 അപ്പോസ്തലന്മാരെ യേശുവിന്റെ കൂടെ നിന്നപ്പോൾ കർത്താവിനോട് പറഞ്ഞു, നിങ്ങൾക്ക് വേണമെങ്കിൽ പോവാം. പക്ഷെ പത്രോസിന്റെ പെട്ടെന്നുള്ള മറുപടി, കർത്താവേ, ഞങ്ങൾ അങ്ങേ വിട്ടേ ചെങ്ങോട്ട് പോകും, നിത്യജീവന്റെ മൊഴികൾ നിന്റെ പക്കലല്ലേ ഉള്ളത്. അപ്പൊ ഈ കർത്താവിന്റെ വചനത്തിന്റെ പ്രത്യേകതയാണ് ജീവൻ തരാൻ സാധിക്കുന്ന വചനം, ജീവിപ്പിക്കുന്ന വചനം. നമ്മൾ ചിന്തിച്ചു നോക്കുക, എൻ്റെ ദൈവം ആദിയിൽ കർത്താവ് പറഞ്ഞു ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു. അവൻ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞതോടുകൂടെ അവിടെ ആ പറഞ്ഞ വാക്ക് എന്തിനോടാണോ പറഞ്ഞത്, അതിൻ്റെ രൂപം, ഭാവം, സൗന്ദര്യം, കഴിവ്, ബലം, ആയുസ്, അതിനപ്പുറത്ത് ജീവനും അതിനെ വെപ്പിച്ചു. മത്സ്യങ്ങൾ, മൃഗസമ്പത്തുകൾ, വൃക്ഷങ്ങൾ, ആകാശത്തിലെ പറവകൾ, ഇതിനെല്ലാത്തിനും ജീവൻ കൊടുക്കുന്ന വചനമായിട്ട് ദൈവവചനം പുറപ്പെട്ടു. പ്രൈസ് ഗോഡ്. ജീവന്റെ വചനമായിട്ട് കർത്താവിന്റെ വചനം പുറപ്പെട്ടു. ആ വചനത്തെക്കുറിച്ച് ഇവിടെ പത്രോസും യോഹന്നാനും ഒക്കെ പറയുന്ന കാര്യം ജീവന്റെ വചനം. പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും നിർജീവമായ അവസ്ഥ ഉണ്ടെങ്കിൽ ആ നിർജീവത്വത്തെ മാറ്റാനായിട്ട് ആമേൻ വളരെ പ്രധാനപ്പെട്ട ഒരു സ്രോതസ്സാണ് ദൈവവചനം. നിങ്ങളുടെ ശരീരം രോഗാതുരമായിരിക്കുകയാണ്, അടയാളങ്ങളും ശരീരത്തിന്റെ സിംറ്റം ഒക്കെ കണ്ടു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് കിടപ്പിലാകും, പ്രയാസമാകും, തീർന്നു പോകും, തളർന്നു പോകും എന്നെല്ലാം നാട്ടുകാരും വീട്ടുകാരും പറയുന്ന നിലയിലായിരിക്കാം നിങ്ങളുടെ അവസ്ഥ. പക്ഷേ നിങ്ങൾ മറക്കരുത്, ഏത് ഡെഡ് എൻറ്റിനെയും, ഏത് ആമേൻ തീർന്നു പോയ അവസ്ഥകളെ ആമേൻ ഹല്ലേലൂയ ആമേൻ ഒരു ടേണിംഗ് പോയിന്റ് ആക്കി മാറ്റാനായിട്ട് കർത്താവിന് കഴിയും. ആമേൻ. വഴിമുട്ടിയ അവസ്ഥയും ആമേൻ ഹല്ലേലൂയ, ഏത് ഗതികെട്ട അവസ്ഥ എന്നൊക്കെ നമ്മൾ പറയത്തില്ല, വഴിമുട്ടി നിൽക്കുന്ന അവസ്ഥ, ആ അവസ്ഥയെ ഹല്ലേലൂയ ജീവിതത്തിന്റെ ആമേൻ ഹല്ലേലൂയ ദിശ തിരിക്കുന്ന കേന്ദ്രമാക്കി മാറ്റാൻ എൻ്റെ കർത്താവിന് പറ്റും. അത് നിങ്ങളുടെ ശരീരത്തിൽ എത്ര രോഗത്തോടുകൂടി നിങ്ങൾ ഈ പ്രോഗ്രാം കാണുമ്പോൾ ആമേൻ, ഇത് വെറുതെ പറയുന്നതല്ല, ജീവിതത്തിന്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നത്. അനേകരുടെ ജീവിതത്തിനകത്ത് ദൈവവചനത്തിന്റെ ഇടപെടിയിൽ മരിച്ചു പോകേണ്ട സ്ഥലത്തും തീർന്നു പോകേണ്ട സ്ഥലത്തും ഒരു സാധ്യതയുമല്ല, അവർ തന്നെ മരണത്തെ ഭയന്ന് കഴിഞ്ഞിരുന്ന സാഹചര്യം കർത്താവിന്റെ കരം നീട്ടി അത്ഭുതകരമായ കർത്താവ് വിടുവിച്ച ആമേൻ ധാരാളം അനുഭവങ്ങൾ പറയണം. നിത്യജീവന്റെ മൊഴി,
ജീവന്റെ വചനം. അവർ കണ്ടത്, നോക്കിയത്, ആമേൻ, അവർ തൊട്ടതുമായ ജീവന്റെ വചനം. അതേ പ്രിയപ്പെട്ടവരെ, ആ വചനത്തിന് ഇന്ന് നിങ്ങൾക്ക്, ഹല്ലേലൂയ, ഈ വചനത്തെ വിശ്വസിക്കുമ്പോൾ ഈ വചനത്തെ നിങ്ങൾക്കും തൊടാൻ സാധിക്കും. ഈ വചനം നിങ്ങളിലും, ആമേൻ, വചനത്തിന്റെ ജീവനെ വെളിപ്പെടുത്താൻ പര്യാപ്തമാണ് ദൈവത്തിന്റെ വചനം. അതെ, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ വചനത്തെ നിസ്സാരമായി കാണും. ഇപ്പൊ ഞാൻ ആദ്യം പറഞ്ഞു വന്ന കാര്യത്തിലേക്ക് വരാം. ഒരു കൃപാവരത്തെ ആഗ്രഹിക്കുന്നവരാ. വരങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതം നടക്കണം, രോഗികൾ സൗഖ്യമാകുക, അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുക. ഒരു വിശ്വാസി ആഗ്രഹിക്കുന്ന തെറ്റു പറയാൻ സാധ്യമല്ല. ഒരു ദൈവ വേലയിലായിരിക്കുന്ന ഒരു വ്യക്തി അങ്ങനെ ആഗ്രഹിക്കുന്നതിനകത്ത് തെറ്റു പറയാൻ സാധ്യമല്ല. കാരണം അദ്ദേഹം ശുശ്രൂഷിക്കുമ്പോൾ ആളുകൾ വിടുവിക്കപ്പെടുക എന്ന് പറയുന്നത് വെറും ഒരു കാര്യം ചെയ്യാനായിട്ട് ഇറങ്ങിയതല്ലല്ലോ. ജീവിതങ്ങളിൽ സ്വാധീനം ചെലുത്തണം, ജീവിതങ്ങളെ മാറ്റിമറിക്കണം, അവരുടെ ജീവിതത്തിന്റെ സ്വഭാവ രൂപീകരണം, ലൈഫ് ചേഞ്ചിങ് ആയിട്ട് മാറണം. അതൊക്കെ ഏത് ശുശ്രൂഷകന്റെയും ഹൃദയത്തിലെ ആഗ്രഹം. അപ്പൊ അതിന് ഈ കൃപാവരങ്ങൾ പ്രയോജനപ്പെടുന്നുവെങ്കിൽ അവരത് ആഗ്രഹിക്കുന്നതിൽ നമുക്ക് ഒരിക്കലും തെറ്റു പറയാൻ പറ്റില്ല. പക്ഷെ ആ കൃപാവരങ്ങളെ കുറിച്ചുള്ള ആ ചിന്താഗതിയിൽ കൊരിന്ത്യർക്ക് ലേഖനം എഴുതിയപ്പോൾ പൗലോസ് പറഞ്ഞൊരു വാക്യം ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുക. 1 കൊരിന്ത്യ ലേഖനത്തിന്റെ അതിന്റെ 1-ാമത്തെ അധ്യായം, 1 കൊരിന്ത്യ ലേഖനം അതിന്റെ 1-ാമത്തെ അധ്യായം അതിന്റെ 6ഉം 7ഉം വാക്യം. അവനിൽ നിങ്ങൾ സകലത്തിലും, വിശേഷാൽ സകല വചനത്തിലും സകല പരിജ്ഞാനത്തിലും സമ്പന്നരായി തീർന്ന്, അടുത്ത വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണം, 7-ാമത്തെ വാക്യം, ഇങ്ങനെ നിങ്ങൾ ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത കാത്തിരിക്കും. അവിടെ പറയുന്നത് നിങ്ങൾ കർത്താവിന്റെ സകല വചനത്തിലും, കർത്താവിന്റെ സകല വചനം, കർത്താവിന്റെ വചനത്തെ കുറിച്ച് പറയുമ്പോൾ കുറച്ച് വചനങ്ങൾ മാത്രം എടുത്ത് അതിന്റെ അവിടെ എത്തി നിൽക്കാനല്ല. ഈ സകല വചനം എന്ന് പറയുമ്പോൾ അതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു മർമ്മം അടങ്ങിയിരിക്കും. ഈ സകല വചനം എന്ന് പറയുമ്പോൾ ന്യായപ്രമാണ കാലത്ത്, മനസാക്ഷി യുഗത്തിൽ ന്യായപ്രമാണ കാലത്ത് കർത്താവ് പറഞ്ഞ വചനങ്ങളൊക്കെ ഉണ്ട്. ആ വചനങ്ങളൊന്നും കളയാനായിട്ടല്ല പറയുന്നത്, സകല വചനങ്ങൾ. എന്നാലും നമുക്ക് ആ ന്യായപ്രമാണ യുഗത്തില് കർത്താവിന്റെ ഇടപെടലും, ന്യായപ്രമാണ കാലത്തുള്ള കർത്താവിന്റെ ഇടപെടലും, കൃപായുഗത്തിലുള്ള കർത്താവിന്റെ ഇടപെടലും കൃപയായിട്ട് മനസ്സിലാക്കണമെങ്കിൽ, ആ കൃപയുടെ വ്യക്തമായ ധാരണ നമ്മുടെ അകത്ത് ഉണ്ടാകണമെങ്കിൽ പഴയ നിയമം വായിക്കണം. അത് വായിക്കാതിരുന്ന നമുക്ക് ഇതിന്റെ യഥാർത്ഥ രുചി മനസ്സിലാവും. ഈ കൃപയുടെ വില നമ്മൾ നഷ്ടപ്പെടുത്തിക്കണം. അപ്പൊ അത് അങ്ങനെ നമ്മൾ ആ കൃപയെ നേരെ ചൊവ്വയെ മനസ്സിലാക്കാതിരിക്കുമ്പോൾ വീണ്ടും പാപത്തിൽ വീഴാനും, കൃപയെ നമ്മൾ ഒരു മുതലെടുക്കുന്ന നിലയിലേക്ക് മാറും. പക്ഷേ സകല വചനവും പഠിക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്തത് എത്രയോ വലിയ കാര്യം. അതെ, ഹല്ലേലൂയ, ആദമിന് ദൈവത്തിന്റെ സാദൃശ്യം നൽകിയപ്പോൾ, ആമേൻ, അബ്രഹാമിന് ദൈവം തന്റെ വാഗ്ദത്തം നൽകിയപ്പോൾ, മോശയ്ക്ക് ദൈവം തന്റെ കൽപ്പന തന്നപ്പോൾ, ഹല്ലേലൂയ, ദാവീദിന് ദൈവം തന്റെ അധികാരത്തെ കൊടുത്തപ്പോൾ, ശാലോമോന് ദൈവം തന്റെ ജ്ഞാനത്തെ കൊടുത്തപ്പോൾ, എനിക്ക് ദൈവം തന്റെ സ്വന്തം ആത്മാവിനാൽ പുത്രത്വം തന്നു. അഹരോനെ പുരോഹിതനാക്കി മാറ്റി, മോശയെ വീണ്ടെടുപ്പുകാരനാക്കി മാറ്റി, ദാവീദിനെ രാജാവാക്കി മാറ്റി, ഏലിയാവിനും ഏലീശായും ശ്രേഷ്ഠ പ്രവാചകന്മാരാക്കി മാറ്റി, യാക്കോബിനെ ഇസ്രായേലാക്കി മാറ്റി. പക്ഷെ എനിക്കും നിങ്ങൾക്കും കിട്ടിയ പ്രയോജനം, അവന്റെ ആത്മാവിനെ എൻ്റെ അകത്ത് തന്നിട്ട് പുത്രത്വമുള്ളവനാക്കി എന്നെ മാറ്റി, പുത്രനാക്കി മാറ്റി.
പഴയ നിയമത്തിൽ ഒരു വിശുദ്ധനും അത് അവകാശപ്പെടാൻ സാധ്യമല്ല. പുത്രത്വം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിനകത്ത് വചനം, ദൈവവചനം, ദൈവത്തിന്റെ വചനം, സകല വചനത്തെ നിങ്ങൾ തിരിച്ചറിയണം. ആ സകല വചനത്തെയും തിരിച്ചറിയുന്നതിന്റെ, ആ വചനത്തിന് തിരിച്ചറിവിന്റെ പൂർണ്ണതയാണ് നാം ദൈവത്തിന്റെ മക്കളാണെന്നുള്ള അറിവ്. നമ്മൾ ചിന്തിച്ചു നോക്കുക, കൃപാവരങ്ങൾ എന്ന് പറയുന്നതിനെ ബൈബിളിൽ എഴുതിയിരിക്കുന്നത് ഗിഫ്റ്റ് ഓഫ് ഹോളി സ്പിരിറ്റ്. ചിന്തിച്ചു നോക്കുക, നമുക്ക് നമ്മുടെ മക്കൾക്ക് കൊടുക്കുന്ന ഗിഫ്റ്റ് ആണോ വലുത്, സമ്മാനങ്ങളാണോ വലുത്? അല്ല, ആ മകന് കിട്ടിയ പുത്രത്വം, അത് നിമിത്തം കിട്ടിയ അവകാശം. നമ്മുടെ മുഴുവൻ സമ്പത്തിനും അവകാശം നമ്മുടെ മക്കളല്ലേ. എനിക്ക് 2 മക്കളുണ്ട്. എനിക്കുള്ളതെല്ലാം ആ കുഞ്ഞുങ്ങൾക്കുള്ളത്. എൻ്റെ മാതാപിതാക്കൾക്കുള്ള സമ്പത്തെല്ലാം എൻ്റെതും കൂടെ. അപ്പോഴ് ചിന്തിച്ചു നോക്കുക, ഗിഫ്റ്റ് ആണോ വലുത്, പിതാവും മകനും തമ്മിലുള്ള ബന്ധത്തിൽ അവകാശമാണോ വലുത്? ഈ അവകാശത്തിന്റെ ബോധ്യം വരുമ്പോൾ ഗിഫ്റ്റ് ഒന്നുമല്ല. പക്ഷേ അവിടെ ഗിഫ്റ്റുകളുണ്ട്. നമുക്കറിയാം, മുടിയനായ പുത്രൻ വീട്ടിലേക്ക് മടങ്ങി വന്നപ്പോ മോതിരം, ചെരുപ്പ്, മേൽത്തരമായ വസ്ത്രം, മിഷ്ടാന ഭോജനം, ഗിഫ്റ്റാ. പക്ഷെ മൂത്ത മകനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നീ എന്നോടുകൂടി ഇരിക്കുന്നത് കൊണ്ട് എനിക്കുള്ളതെല്ലാം നിന്റേതാ. നമ്മൾ എപ്പോഴാണ് ഈ ഗിഫ്റ്റില് ഫോക്കസ് ചെയ്യുന്നതിന് പകരം പുത്രത്വത്തിൽ ഫോക്കസ് ചെയ്യുന്നത്, അവിടെ മുതൽ നമ്മുടെ ആത്മീയ ജീവിതം വേറൊരു തലത്തിലേക്കായി. ഇന്ന് പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് എവിടെയെങ്കിലും നിങ്ങൾക്കൊരു കൃപാവരമില്ല, എനിക്ക് വേണ്ട പോലെ കഴിവില്ല, പ്രസംഗിക്കാൻ കഴിവില്ല, പ്രാർത്ഥിക്കാനുള്ള പ്രാപ്തിയില്ല, എനിക്ക് പാട്ട് പാടാൻ അറിയത്തില്ല, എനിക്ക് ഒരു ഇൻസ്ട്രുമെന്റ്സ് വായിക്കാൻ അറിയത്തില്ല, എനിക്ക് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാൻ എന്തെങ്കിലും ചെയ്യണമെന്നത് ഒരു സാധ്യത എൻ്റെ മുമ്പിലില്ല. നിങ്ങൾ ഭാരപ്പെടുന്നവരാണ്, നിരാശപ്പെട്ടിരിക്കുന്നവരാണ്. നിങ്ങളോട് പരിശുദ്ധാത്മാവിന് പറയാണ് ദൂത, സകല വചനത്തെയും നിങ്ങൾ പിടിച്ചു. ആ സകല വചനങ്ങളുടെ അകത്തും നിങ്ങൾക്ക് വേണ്ടി തന്നിരിക്കുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ ദൈവത്തിന്റെ മക്കളാണ്. ക്രിസ്തുവിൽ വിശ്വാസത്താൽ നിങ്ങൾ ദൈവത്തിന്റെ മക്കളാണ്. ഗലാത്യ ലേഖനം അതിന്റെ 3-ാം അധ്യായത്തിന്റെ 23-ാം വാക്യം പറഞ്ഞ, നിങ്ങൾ ക്രിസ്തുവിന് വിശ്വാസം, നിങ്ങൾ ദൈവത്തിന്റെ മക്കളാണ്. നിങ്ങൾ ദൈവത്തിന്റെ മക്കളായി മാറിയപ്പോൾ, അതെ, പുത്രത്വത്തെക്കാൾ വലുതാണോ സമ്മാനങ്ങൾ? അതുകൊണ്ട് ഇവിടെ പറയുക, നിങ്ങൾ വചനത്തെ തിരിച്ചറിയുമ്പോൾ ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായി മാറും. ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഞാൻ പറയുന്നത് നല്ലപോലെ മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, മറ്റുള്ളവരുടെ ഗിഫ്റ്റുകൾ മറ്റുള്ളവരിലേക്ക് നോക്കി നിങ്ങൾ അവരുടെ ഡ്യൂപ്ലിക്കേറ്റ് ആകാൻ വിളിക്കപ്പെട്ടവരല്ല. നിങ്ങൾ കർത്താവിന്റെ ഒറിജിനൽ. അതുകൊണ്ട് നിരാശപ്പെടരുത്. മക്കളാണെന്നുള്ള തിരിച്ചറിവില്, ഞാൻ ദൈവത്തിന്റെ മകനാ, ക്രിസ്തുവിലെ വിശ്വാസം, ഞാൻ ദൈവത്തിന്റെ മകനാന്നുള്ള ബോധ്യത്തിൽ എല്ലാ ആമേൻ ചെറിയ കാര്യങ്ങളെയും നിരാശകളെയും കുറ്റബോധം എല്ലാം മാറ്റിയിട്ട് ആ ബോധ്യത്തോടെ എഴുന്നേക്കാൻ. ഇന്ന് നിങ്ങൾക്ക് കൃപാവരങ്ങൾ ലഭിക്കുക മാത്രമല്ല, നിങ്ങളുടെ കൃപാവരത്തിന്റെ എഫക്റ്റ് നിങ്ങൾ വെളിപ്പെടുകയും ചെയ്യും. പുത്രത്വത്തിന്റെ ശക്തിയാണ്. അതായത് നിങ്ങളുടെ രോഗസൗഖ്യം, സാമ്പത്തിക വിടുതൽ എല്ലാം നിങ്ങൾ മക്കളാണെന്ന് തിരിച്ചറിയുന്നതോടെ നിങ്ങളിൽ നിന്ന് വെളിപ്പെടാൻ പോകും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഇപ്പോൾ തന്നെ വിശ്വസിക്കുക, നിങ്ങളിൽ ഈ അത്ഭുതം ഇപ്പോൾ തന്നെ നടന്നിരിക്കും. ഞങ്ങളുടെ നല്ല കർത്താവെ, അനുഗ്രഹീതമായ സമയത്തിനായി സ്തോത്രം ചെയ്തു. കർത്താവെ, അവരുടെ ജീവിതത്തിനകത്ത് നിരാശപ്പെട്ട് എനിക്ക് വേണ്ട പോലെ പ്രയോജനപ്പെടാൻ കഴിയുന്നില്ല, ഞാൻ രോഗിയാണ്, എൻ്റെ എല്ലാ കാര്യങ്ങളും അവസാനിച്ചു, ഇനി എനിക്ക് മുന്നോട്ടൊരു സ്റ്റെപ്പ് പോകാൻ കഴിയത്തില്ല, എല്ലാം തളർന്നുവെന്ന്
ജീവിതത്തിൽ നിരാശയോടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ ആ നിരാശകൾ മാറിപ്പോകട്ടെ, ആ ഭാരങ്ങൾ മാറിപ്പോകട്ടെ. അവരുടെ മേൽ കർത്താവേ ആ പുത്രത്വത്തിന്റെ വെളിപ്പാട് കൊണ്ട് കൂടുതൽ ശക്തിയോടെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാനായിട്ട് അങ്ങയുടെ കരങ്ങളിലേക്ക് എത്തിക്കുന്നു. അതുപോലെ തന്നെ കർത്താവെ, രോഗികളായി എന്നെ കാണുന്നവർക്ക് പ്രാർത്ഥിക്കുന്നു. ഈ നിമിഷം തന്നെ സകല രോഗങ്ങളും സൗഖ്യമാകട്ടെ, അസിഡിറ്റി സൗഖ്യമാകട്ടെ, അലർജി രോഗങ്ങൾ സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ. കൊളസ്ട്രോള്, ആമേൻ, ഹല്ലേലൂയ, ഷുഗർ, പ്രഷർ, അതെല്ലാം നോർമൽ ആകട്ടെ. ഓപ്പറേഷൻ പറഞ്ഞിരിക്കുന്ന രോഗികൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യം പ്രാപിക്കട്ടെ. കർത്താവേ, ജീവന്റെ വചനം, ജീവന്റെ ശക്തി ഇപ്പോൾ തന്നെ അവർ വെളിപ്പെടുന്നതിനായിട്ട് നന്ദി. നിങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ പിതാവേ. ആമേൻ, ആമേൻ. പ്രൈസ് ഗോഡ്. പ്രിയപ്പെട്ട കർത്താവ് നിങ്ങളിൽ അത്ഭുതം ചെയ്തു കഴിഞ്ഞിരിക്കുക. ഒരു സംശയമില്ല, കർത്താവ് അത്ഭുതം ചെയ്തിരിക്കുക. നിങ്ങളെ ഈ പ്രോഗ്രാം മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുകയും എല്ലാ ദിവസവും 1 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു ദൈവവചന പഠന പരമ്പരയുണ്ട്. നിങ്ങൾക്കതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്, സൗജന്യമാണ്. ഇതിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ നിങ്ങളതിൽ പ്രവേശിപ്പിക്കുന്നതാണ്. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വചനത്തിലേക്ക് മടങ്ങി വരാനുള്ള ദാഹം നിങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങൾ നൽകുമാറാകട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ ഈ ശുശ്രൂഷകളെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് www.tentofglory.org എന്ന വെബ്സൈറ്റിൽ നിങ്ങൾക്ക് കൂടുതൽ ഈ കൂട്ടായ്മയെക്കുറിച്ച് ഡീറ്റെയിൽ അറിയാൻ സാധിക്കും. അതുപോലെ ടെന്റ് ഓഫ് ഗ്ലോറി ഒഫീഷ്യൽ എന്ന യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് ധാരാളം മെസ്സേജുകൾ അതിലുണ്ട്. നിങ്ങൾക്ക് വചനം കേൾക്കുവാനുള്ള സാഹചര്യങ്ങളും അവിടെയുണ്ട്. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു. ആമേൻ.